നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. മകയിരം നക്ഷത്ര ജാതർക്ക് ജൂൺ മാസം 22 വരെ പൊതുവെ വളരെ ഗുണകരമാണെന്നാണ് കാണുന്നത്. അവിവാഹിതരാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതാണ്. കൂടാതെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടുന്നതായി കാണുന്നു. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്കായുള്ള കാര്യങ്ങളിൽ മുഴുകുന്ന സമയമാണിത്. വിവാഹിതർക്ക് കുടുംബജീവിതം സന്തോഷകരമായിരിക്കുമെങ്കിലും ജൂൺ അവസാന പാദത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സവും സാമ്പത്തിക ഞെരുക്കവും നേരിടുവാനുള്ള സാധ്യതയുണ്ട്. വിശദമായി, നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനമുള്ള സമയമാണിത്. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം തുടർ മാസങ്ങളിൽ നടക്കുവാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യകാര്യം പൊതുവെ അനുകൂലമാണ്. ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കുവാൻ സാധിക്കുന്ന സമയമാണിതെന്ന് പറയാം. ജോലിക്കാർക്കാണെങ്കിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട്. വിവാഹിതർക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ബിസിനസ്, കച്ചവടം, സ്വയം തൊഴിൽ എന്നീ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിപുലീകരിക്കുവാൻ ഈ ജൂൺ മാസത്തിൽ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും വിജയപ്രദമായി എല്ലാം തന്നെ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതായി കാണുന്നു. ഇനി വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകുന്നതായി കാണാം. തുടർ മാസങ്ങളിൽ തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം പ്രാപ്തമാകുന്നു. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പരീക്ഷയിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം താളപ്പിഴകളില്ലാതെ തുടരുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ ജോലിക്കാരാവട്ടെ നിലവിലുള്ള തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി അനുഭവയോഗ്യമാവുന്നു. വാണിജ്യ മേഖലകളിൽ ഏർപ്പെട്ടവർക്കും മൊത്ത വ്യാപാരികൾക്കും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായി ബന്ധപ്പെട്ടവർക്കും വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്ന മാസം തന്നെയാണ്. ഇതുകൂടാതെ വാഹന സംബന്ധമായുള്ള ഇടപാടുകളിലൂടെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായി കാണുന്നു. കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു. നിലവിലുള്ള നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് അലച്ചിലിൻ്റെ സമയമാണിത്. വിസ സംബന്ധമായോ ജോലി സംബന്ധമായോ നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. വിലപിടിച്ച വസ്തുക്കളോ രേഖകളോ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജൂൺ മാസം വളരെയധികം ഭാവിയിലേക്ക് ദോഷം ചെയ്തേക്കാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഈ പറയുന്നതാണ്. വിദേശത്താണെങ്കിൽ നിങ്ങളുടെ യാത്രാരേഖകളിൽ ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. അല്ലാത്ത പക്ഷം അനിശ്ചിതമായി വിദേശത്ത് തങ്ങേണ്ടി വരുന്നതാകുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ബിസിനസ് നടത്തുന്നവരോ ആണെങ്കിൽ നിങ്ങളുടെ യാത്രാരേഖകൾ, പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ കൈമോശം വരാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കുവാനായി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അനിശ്ചിതമായി കുറേ നാളത്തേക്കെങ്കിലും വളരെ മാനസിക സമ്മർദ്ദത്തോടു കൂടി ഈ രേഖകൾ തിരിച്ചു ലഭിക്കുന്നതിനായോ പുതുക്കി കിട്ടുന്നതിനായോ വിദേശത്ത് തന്നെ തങ്ങേണ്ടി വരുവാനുള്ള സാധ്യതയുണ്ട്. ഇനി നാട്ടിലുള്ളവരാണെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ, കേസുകൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഈ മാസം, പ്രത്യേകിച്ച് ജൂൺ 10 മുതൽ 24 വരെയുള്ള ദിവസങ്ങൾ. ഈ പറഞ്ഞതെല്ലാം മനസ്സിൽ ഓർത്തു വയ്ക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളാൽ നിങ്ങൾക്ക് മനസ്സമാധാനക്കുറവ് അനുഭവമായേക്കാവുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യക്ഷേമ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ടുന്നതാണ്. വിവാഹിതരാണെങ്കിൽ തങ്ങളുടെ ജീവിത പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായുള്ള ചില സന്തോഷാനുഭവങ്ങൾ കൈവരുന്നുണ്ട്. ജീവിത പങ്കാളിയിലൂടെയുള്ള ജീവിതാഭിവൃദ്ധി നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സന്തുഷ്ടിയും നൽകുന്ന സമയമാണ് വരുന്നത്. നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ അപ്രതീക്ഷിതമായ വ്യക്തികളിൽ നിന്നുപോലും
നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ സാമ്പത്തിക നില തൃപ്തികരമായി കാണുന്നുണ്ടെങ്കിലും വ്യയം ധാരാളമായി ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നു. വ്യയമെന്ന് പറഞ്ഞാൽ അർത്ഥം ചിലവ്, ധാരാളിത്തം കുറച്ച് വ്യയം വളരെയധികം ശ്രദ്ധിച്ച് കുറയ്ക്കുന്നത് ഗുണം ചെയ്യുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ വളരെയധികം പുരോഗതി ആർജിക്കുന്നതായാണ് കാണുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാരാധനകളാൽ, ഈശ്വരനാമത്താൽ സാധിക്കുന്നതാണ്. സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും ആരോഗ്യവും സർവാർത്ഥ ലാഭവുമാണ് നിങ്ങൾക്ക് ജൂൺ മാസം അനുഭവയോഗ്യമായിട്ടുള്ളത്. ഇനി സിനിമാ രംഗത്തുള്ളവർക്ക് പ്രതാപവും ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും വിശേഷ സ്ഥാനമാനങ്ങളും സൗഭാഗ്യവും സൽകീർത്തിയും സമ്പൽ സമൃദ്ധിയും ദാമ്പത്യ സൗഖ്യവും ഫലമായി കാണുന്നുണ്ട്. ഈ മാസം സിനിമാ മേഖലകളിലുള്ളവരാണെങ്കിൽ വളരെയധികം നേട്ടങ്ങളും ഗുണഫലങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ രാജ്യസേവന രംഗത്തുള്ളവർ, മന്ത്രിമാർ, മറ്റു ഭരണ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ തുടങ്ങിയവർക്കെല്ലാം തന്നെ രാജബഹുമാനപ്രീതിയും സൽകീർത്തിയും കുടുംബസൗഖ്യവും വ്യാപാര വ്യവസായ മേഖലകളിൽ ഉള്ള പുരോഗതിയും സർവാഭീഷ്ട ലാഭവുമാണ് ജൂൺ മാസത്തിൽ അനുഭവയോഗ്യമായി വരുന്നത്. ബാങ്കിങ്, മറ്റു പണമിടപാടുമായി ബന്ധപ്പെട്ടവർക്കും അധ്യാപകർക്കും അവിചാരിത ചെലവ് വർദ്ധിക്കുന്നതായും എന്നാൽ തന്നെയും പുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങൾ എന്നിവ ചെയ്യുവാനുള്ള അവസരങ്ങളും കൈവരുന്നതായി കാണുന്നുണ്ട്. സേനകളിൽ ജോലി ചെയ്യുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം പകുതി മുതൽ തന്നെ എല്ലാ തലത്തിലും സമാധാനവും സന്തോഷവും സമൃദ്ധിയും അനുഭവയോഗ്യമായി കാണാം. എന്നിരുന്നാലും നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അതീവ ശ്രദ്ധയും നിയന്ത്രണവും സൂക്ഷ്മതയും ഉണ്ടാവുന്നത് തുടർ മാസങ്ങളിലേക്ക് ഗുണം ചെയ്യുന്നതായി കാണുന്നു. ജൂൺ മാസാവസാനം മുതൽ ജൂലൈ മാസം 17 വരെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള മാർഗതടസ്സങ്ങളും ദേഹാരിഷ്ടതകളും ധനദ്രവ്യങ്ങൾക്ക് ക്ഷയവും മനസമാധാനക്കുറവും കാണുന്നതുകൊണ്ട് തന്നെ ഈശ്വരപ്രീതി വരുത്തേണ്ടത് അഭിലഷണീയമാണ്. ഇഷ്ടദേവതയെ ഭജിക്കുന്നതും തട്ടകക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചനയും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും അന്നദാനം നടത്തുന്നതും നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറ്റുവാനും ഈശ്വര കടാക്ഷം വർദ്ധിപ്പിക്കുവാനും നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചിട്ടുള്ള ആരാധനാലയങ്ങളിൽ ഉത്തമ ദിവസങ്ങളിൽ തന്നെ പോയി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമവും ഫലസിദ്ധി പ്രാപ്തവുമാവുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും
പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി. അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.